ഇന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവർക്കെതിരെയാണ് നടപടി. ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിൽ അകപ്പെട്ടത്. ലിഫ്റ്റിന് തകരാറുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചു. സദാസമയം തിരക്കുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരാൾ 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയത്. ശനിയാഴ്ച രാവിലെയാണ് തിരുമല സ്വദേശിയും CPI പ്രാദേശിക നേതാവുമായ രവീന്ദ്രൻ നായർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയത്. ചികിത്സ കഴിഞ്ഞ് OP കൗണ്ടറിന് സമീപത്തെ 11-ാം നമ്പർ ലിഫ്റ്റിൽ കയറി. മുകളിലത്തെ നിലയിലേക്ക് പോകാൻ ബട്ടൺ അമർത്തിയതിന് പിന്നാലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി. രവീന്ദ്രനെ കാണാതായതോടെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ പരാതി നൽകി. ഇന്ന് രാവിലെ ജീവനക്കാരനെത്തി ലിഫ്റ്റ് തുറന്നപ്പോഴാണ് രവീന്ദ്രനെ കാണുന്നത്. ലിഫ്റ്റിൽ സുരക്ഷാ സംവിധാനങ്ങളോ സമീപത്ത് CCTVയോ ഉണ്ടായിരുന്നില്ലെന്ന് രവീന്ദ്രന്റെ മകൻ 24-നോട് പറഞ്ഞു. അറിയാം. അപ്പോൾ ലിഫ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്റിംഗ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് ഒരാൾക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരിക്കലും ഒരാൾ അതിൽ കയറില്ല. ഇത് ഓപ്പറേറ്റിംഗ് ആണെന്നുള്ളത് കൊണ്ടും ഇത് വർക്കിംഗ് ആയിട്ടാണ് അതിനകത്ത് വർക്കിംഗ് സിറ്റുവേഷനിലാണ് അതിനകത്ത് കയറുന്നത്. 2 ദിവസം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നിട്ട് ആരും അറിഞ്ഞില്ലേയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. സ്ഥിരമായി ഉപയോഗിക്കുന്ന ലിഫ്റ്റല്ലെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 2 ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ഡ്യൂട്ടി സർജൻ എന്നിവർക്കെതിരെയാണ് നടപടി. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.